കർണാടക ബെല്ലാരിയിൽ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. BJP MLA ജനാർദ്ദന റെഡ്ഡിയുടെയും ബെല്ലാരി സിറ്റി കോൺഗ്രസ് MLA നാര ഭരത് റെഡ്ഡിയുടെയും അനുയായികൾ ഏറ്റുമുട്ടുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജനാർദ്ദൻ റെഡ്ഡിയുടെ വീടിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാനർ കെട്ടുന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ സംഘർഷം എങ്ങനെ ഉണ്ടായി? മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എങ്ങനെയാണ്? മോത്തി, ഈ ബെല്ലാരിയിൽ നാളെ ഈ വാൽമീകി പ്രതിമ സ്ഥാപിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് MLA നാരാ ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് അത് സ്ഥാപിക്കുന്നത്. അതിൻ്റെ പ്രചാരണാർത്ഥം ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ കെട്ടുകയായിരുന്നു പ്രവർത്തകർ. ഇതിനിടയിൽ മുൻ മന്ത്രിയും ഖനി രാജാവുമായിട്ടുള്ള ജനാർദ്ദൻ റെഡ്ഡിയുടെ വീടിന് മുന്നിലും ഈ ഫ്ലെക്സും ബാനറും ഒക്കെ കെട്ടാനുള്ള ശ്രമം നടന്നു. ഇത് ജനാർദ്ദൻ റെഡ്ഡിയുടെ അനുയായികൾ തടഞ്ഞതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കല്ലേറുമൊക്കെയായി. ഇതിനിടയിൽ ഈ നാരാ ഭരത് റെഡ്ഡിയുടെ ഗൺമാനായിട്ടുള്ള സതീഷ് കുമാർ റെഡ്ഡി തോക്കെടുത്ത് വെടിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ സതീഷ് റെഡ്ഡിയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. രാജശേഖർ എന്ന് പറയുന്ന ബെല്ലാരിയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് മരിച്ചത്. ഏതായാലും ഇതിന് പിന്നാലെ ഈ ജനാർദ്ദൻ റെഡ്ഡി ഈ വീട്ടിലേക്ക് എത്തുകയും ഇതിനിടയിൽ വലിയ സംഘർഷം അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. തനിക്കെതിരെ വധശ്രമം നടന്നു എന്നാണ് മുൻമന്ത്രി കൂടിയായിട്ടുള്ള ജനാർദ്ദൻ റെഡ്ഡി ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ ബെല്ലാരി സിറ്റി MLA കൂടിയായിട്ടുള്ള ഭരത് റെഡ്ഡി നിഷേധിക്കുകയാണ്. ഈ പരിപാടിയുടെ ശോഭ കെടുത്താൻ കഴിഞ്ഞ കുറേ നാളുകളായി ജനാർദ്ദൻ റെഡ്ഡിയുടെയും BJPയുടെയും നേതൃത്വത്തിൽ ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും സംഭവത്തിന് പിന്നാലെ വൻ സംഘർഷമാണ് ഇന്നലെ രാത്രി മുഴുവൻ ബെല്ലാരി നഗരത്തിൽ അരങ്ങേറിയത്. ഇതിൻ്റെ ഭാഗമായി നിരവധി പോലീസിനെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിരവധി കല്ലേറുണ്ടായിട്ടും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെല്ലാരി സിറ്റിയിൽ നിലവിൽ. ശരി, KB ശ്രീധരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിരോധനാജ്ഞയാണ് അവിടെ നിലവിലുള്ളത്. വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്ന, കല്ലേറും മറ്റും.